ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നമ്മൾ 7th ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ഹ്യൂമൻസ് റിയലൈസ് ദേ കുഡ് മേക്ക് ഫയർ? എപ്പോഴാണ് മനുഷ്യർ അവർക്ക് തീ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്നത്? ഹ്യൂമൻസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫയർ വാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഡ്രൈ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് റബ്ബഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ എഗെയിൻസ്റ്റ് ദ സർഫസ് ഓഫ് റോക്സ്. ആദ്യകാല മനുഷ്യർ തിരിച്ചറിയുന്നു തീ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഡ്രൈ ബ്രാഞ്ചസൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഉണങ്ങിയ തടികളൊക്കെ, അതിനെ ഒരു പാറ കഷ്ണത്തിൽ ഉരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത് തമ്മിൽ ഉരയ്ക്കുമ്പോഴോ ആണ് അവിടെ എന്തുണ്ടാവുന്നത്, തീ ഉണ്ടാവുന്നത്. ദസ് ദേ ലേൺ ദാറ്റ് ഫയർ കുഡ് ബി മെയ്ഡ് ബൈ റബ്ബിംഗ് ഡ്രൈ വുഡ്സ് എഗെയിൻസ്റ്റ് റോക്സ് ഓർ ബൈ റബ്ബിംഗ് സ്റ്റോൺസ്. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു ഈ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ തടി കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലുകൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, തീ ഉണ്ടാവുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കല്ല് ഒരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, തീ ഉണ്ടാവുന്നു എന്നുള്ളത്. അങ്ങനെ അവരിത് മനസ്സിലാക്കുകയും തീ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി 9th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അഡ്വാൻറ്റേജസ് മൈൻഡ് ദേ ഹാവ് ഹാഡ് സിറ്റിംഗ് നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്? കൃഷി സ്ഥലത്തിൻ്റെ അടുത്ത് അവർ താമസമാക്കിയത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്. അവരുടെ കൃഷി സ്ഥലങ്ങൾ അവർക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിച്ചു. ദർ വാസ് നോ നീഡ് ടു വാൻഡർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണ ആവശ്യത്തിനായിട്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഭക്ഷണ വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അവർക്ക് വിശ്രമിക്കാൻ ഒരുപാട് സമയം ലഭിച്ചു. മനസ്സിലായല്ലോ, അവർ കൃഷി സ്ഥലത്തിൻ്റെ അടുത്ത് താമസമാക്കിയതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 4 എണ്ണം ഉണ്ട്. ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്, ദർ വാസ് നോ നീഡ് ടു വാൻഡർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്, ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. ക്ലിയർ? ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മൈൻഡ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? കാലത്തെ മനുഷ്യർക്ക് താമസമാക്കുന്നതിന് വേണ്ടി റിവർ ബാങ്ക്സ്, നദീതടങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ കണ്ടീഷൻ വർ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ ഇൻ ദ റിവർ വാലീസ്. നദീതടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മണ്ണുണ്ടല്ലോ, അത് വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അത് നമ്മുടെ കൃഷിക്ക് സഹായകമാകും. അവൈലബിലിറ്റി ഓഫ് വാട്ടർ മെയ്ഡ് ഫാമിംഗ് ഈസിയർ. നദീതടങ്ങളിലാവുമ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി ഒന്നും കൂടി എളുപ്പമാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറേ ദൂരം സഞ്ചരിച്ച് വെള്ളം കോരിയെടുത്തിട്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങൾ നനയ്ക്കണമായിരുന്നു. ഇനി 3rd വണ്ണാണ് ഫേവറബിൾ വെതർ കണ്ടീഷൻ. നല്ല കാലാവസ്ഥയായിരുന്നു. ബീയിങ് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ കൊണ്ടു നടക്കാനും വളർത്തുവാനും സുഖമായിരുന്നു. ദർ വാസ് നോ സ്കേർസിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഭക്ഷ്യ വസ്തുക്കളുടെ യാതൊരു വിധത്തിലുള്ള സ്കേർസിറ്റി, അതായത് ക്ഷാമം ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും എളുപ്പമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു എന്തിനാണ് അവർ അഗ്രികൾച്ചറൽ സൈറ്റിൻ്റെ അടുത്ത് സെറ്റിലായത് എന്നതും, അതുപോലെ തന്നെ അവർ സെറ്റിലാവാൻ വേണ്ടി റിവർ വാലീസ് അവരെ അല്ലെങ്കിൽ റിവർ ബാങ്ക്സ്, നദീതടങ്ങൾ അവരെ എത്രത്തോളം സഹായിച്ചു എന്നതും നമ്മൾ പറഞ്ഞു. ഈ പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കുക. ഇനി 11th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ ദി ഗ്രീനറി വിച്ച് ഇസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട തീര സംസ്കാരത്തിൻ്റെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു ഗ്രീനറി. അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രീനറി വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസ്റ്റിൻറ്റ് ഫീച്ചർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു ഗ്രീനറി. There were so many such granaries which were made up of bricks in ancient times. പണ്ടുകാല ഇന്ത്യയിൽ ബ്രിക്കുകൾ കൊണ്ടുണ്ടാക്കി, ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രെയിൻസ് ബ്രോഡ് ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ് വർ സ്റ്റോർ ഇൻ സച്ച് ഗ്രാനറീസ്. ഈ ഗ്രാനറികളിലായിരുന്നു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള, അതായത് ഒരുപാട് ഗ്രെയിൻസ്, 10 കണക്കിന് ഗ്രെയിൻസൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രെയിൻസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഡിസ്റ്റൻറ്റ് പ്ലേസസിൽ നിന്ന് വരുന്ന ഗ്രെയിൻസിനൊക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്നത് ഈ ഗ്രീനറിയിലായിരുന്നു. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഗ്രീനറി. 12th ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് പർപ്പസസ് മൈൻഡ് ഹാവ് ഫയർ ബീൻ യൂസ്ഡ് ബൈ ഏർലി മാൻ?
എന്തിനെല്ലാം ആയിരുന്നു പണ്ട് കാല മനുഷ്യർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ദേ കുക്ക്ഡ് ദ മീറ്റ് ഓഫ് ദ 100 ആനിമൽസ് ഇൻ ദ ഫയർ. അവർ വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചിയുണ്ടല്ലോ അതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫയർ യൂസ് ചെയ്തു. ഇറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ കോൾഡ് ക്ലൈമറ്റ്. തണുത്ത കാലാവസ്ഥയിൽ നിന്ന് അത് അവരെ രക്ഷിച്ചു. ടു കീപ് വൈൽഡ് ആനിമൽസ് എവേ ഫ്രം കേവ്സ്. ഗുഹകളിൽ നിന്ന് വന്യമൃഗങ്ങളെ അകറ്റി നിർത്തുവാൻ. ടു ലൈറ്റൻ ദ കേവ്സ്. ഒരു പ്രകാശത്തിന് വേണ്ടിയും അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് വൺ, റൈറ്റ്സ് ആൻഡ് ഇനിക്വാളിറ്റി പ്രിവെയിൽസ് ഇൻ ഇന്ത്യ. കേരളയിൽ നിന്നിരുന്ന ഒരു അസമത്വം എഴുതുവാനാണ് പറഞ്ഞത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ്. ഫുഡുമായി ബന്ധപ്പെട്ടുള്ള ജാതി വ്യവസ്ഥകളൊക്കെ അല്ലേ, വിവേചനങ്ങൾ, ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ അത് നിലനിന്നിരുന്നു നമ്മുടെ പണ്ടുകാല ഇന്ത്യയിൽ. അതിനെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ കൃത്യമായി പഠിക്കുന്നുണ്ട് അല്ലേ. പ്രിപ്പയർ എ നോട്ട് ഓൺ മിശ്ര ഭോജനം. മിശ്ര ഭോജനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് മിശ്ര ഭോജനം കൊണ്ടുവന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഓൺ 29 May 1917 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ. ഓർത്തുവെക്കുക, ഈ പേര് ഓർത്തുവെക്കുക, സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ആൻ ഇൻഡോ ഡൈനിങ് നെയ്മഡ് മിശ്ര ഭോജനം വാസ് ഓർഗനൈസ്ഡ് അറ്റ് ചെറായി ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചെറായിൽ വെച്ച് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ ഡൈനിങ്, അതായത് എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച്, എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുക, അതാണ് ഇന്ത്യൻ ഡൈനിങ്. അങ്ങനെ മിശ്രഭോജനം എന്ന പേരിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ദ പ്രൊട്ടസ്റ്റ് വാസ് ഹെൽഡ് എഗെയിൻസ്റ്റ് ദ ഡിനിയൽ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ടു ഡൈൻ ടുഗെദർ. എല്ലാ തരത്തിൽപ്പെട്ടവർക്കും ഒരുമിച്ച് കഴിക്കാനായിട്ടുള്ള അവകാശം പണ്ട് കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെയാണ് അവർ മിശ്രഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇനിക്വാളിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. ഇതെന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? നമ്മൾ കേരളയിൽ പണ്ട് കാലത്ത് നിന്നിരുന്ന അസമത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇനിക്വാളിറ്റി. ഈ ഒരു ഇനിക്വാളിറ്റിക്ക്, ഒരു അസമത്വത്തിന് കാരണം എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റമാണ്, ജാതി വ്യവസ്ഥയായിരുന്നു ഇതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം പണ്ട് കാലത്ത് പലതരത്തിലുള്ള അസമത്വങ്ങൾ നിന്നിരുന്നു. അതിലൊന്നാണ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിയിലുള്ള വേർതിരിവുകൾ. ഈ വേർതിരിവുകളെ കുറിച്ചൊക്കെ ഒരുപാട് സാമൂഹിക പരിവർത്തകർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാളാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം കൊണ്ടുവന്നതാണ് മിശ്രഭോജനം. മിശ്രഭോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർ ഡൈനിങ് പ്രോഗ്രാമാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ച് കഴിക്കുക എന്ന പർപ്പസിലാണ് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 15th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി കോസസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ? ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, ഒന്നാമതായിട്ട് പറയുന്ന കാലാവസ്ഥയിലുള്ള വ്യതിയാനം. സെക്കൻഡ് വൺ വാർ, യുദ്ധം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മേജർ കോസസ് ഓഫ് പോവേർട്ടി. ഇവിടെ 4 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് ദാരിദ്ര്യം ഉണ്ടാവാൻ, പോവേർട്ടി ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. 16th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ട് ഫാമിംഗ്? എങ്ങനെയാണ് പണ്ട് കാല മനുഷ്യർ കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്? ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് എഗ്രികൾച്ചർ വെൻ ദി നോട്ടീസ് സീഡ്ലിംഗ് സ്പ്രൗട്ടിംഗ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. പണ്ട് കാല മനുഷ്യർ ഈ കൃഷിയെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചത് എങ്ങനെയാണ്? അവർ ഒഴിവാക്കിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാവില്ല, അവർ ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതിൽ നിന്ന് ഒരുപാട് ചെടികൾ, കുഞ്ഞു ചെടികൾ മുളച്ചു വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറിയ തൈകൾ സീഡ്ലിങ്സ് വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇഫ് ദ സീഡ്സ് were ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. നമ്മൾ ഈ വിത്തിനെ ഒരു റോക്കിൻ്റെ മുകളിൽ, ഒരു പാറക്കഷ്ണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. ഇഫ് പുട്ട് ഇൻ ദ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൺ. വെള്ളത്തിലിട്ടാലോ അത് റോട്ടൺ ആയിപ്പോവും. However, humans learned that seeds germinate in moist and warm soil. എങ്ങനെ ഇരുന്നാലും മനുഷ്യർ മനസ്സിലാക്കി ഈ വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ, ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ മോയിസ്റ്റ് ആൻഡ് വാം കണ്ടീഷൻ വേണം. അങ്ങനെയുള്ള മണ്ണിലാണ് അത് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെ അവർ വിളകളുടെ കൃഷി ആരംഭിച്ചു. വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇതൊക്കെയായിരുന്നു ആദ്യകാല മനുഷ്യർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാല മനുഷ്യർ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്, ഏതൊക്കെ വിളകളായിരുന്നു അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇതൊക്കെയായിരുന്നു അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് അവർ അഗ്രികൾച്ചർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തിയത്?
അവർ ചിന്തിച്ച സമയത്ത് അവർക്ക് മനസ്സിലായി, അവർ ഡിസ്കാർഡ് ചെയ്ത് അവർ ഒഴിവാക്കിയ ചെടികളിൽ നിന്നൊക്കെ അവർ ഒഴിവാക്കിയ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്, ചെടികൾ വരുന്നുണ്ട്, ചെറിയ ചെറിയ വിത്തുകളൊക്കെ മുളച്ചു വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ മനസ്സിലാക്കി പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് എന്താ പോവും, അത് ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് അത് ഡ്രൈ ഔട്ടായി പോവും. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ അത് റോട്ടൺ ആയിപ്പോവും. അങ്ങനെ അവർ മനസ്സിലാക്കി നല്ല വാമായിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ നിന്ന് മാത്രമേ വിത്ത് മുളയ്ക്കുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയും ശേഷം കൃഷി ആരംഭിക്കുകയും ചെയ്തു. 17th ക്വസ്റ്റ്യൻ നോക്കൂ. ഓർഗനൈസ് എ ഫുഡ് ഡേ റാലി ഇൻ ദ സ്കൂൾ ബൈ മേക്കിംഗ് പ്ലക്കാർഡ്സ് വിത്ത് എ ഫുഡ് ഡേ മെസ്സേജ്. ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു റാലി നടത്തുവാണ് അങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ. അങ്ങനെ നടത്തുന്ന സമയത്ത് പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫുഡ് ഡേ മെസ്സേജുള്ള പ്ലക്കാർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലക്കാർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ബോർഡർ വരയ്ക്കുക. നിങ്ങൾക്കറിയാമല്ലോ പ്ലക്കാർഡ് നമ്മൾ റാലിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പ്ലക്കാർഡ് ഉണ്ടാവുക. അപ്പം നിങ്ങളൊരു റെക്റ്റാങ്കിൾ ബോക്സൊക്കെ വരച്ചിട്ട് ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ളത് എഴുതുക. ഇവിടെ 2 കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒന്നാമത്തേത് ഫുഡ് ഈസ് മീൻ ടു ബി ഈറ്റൻ. ഫുഡ് കഴിക്കാനുള്ളതാണ്, നോട്ട് വേസ്റ്റഡ്, വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ ഫുഡ് ഷെയർ ചെയ്യും. ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ഇതിലേതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്, പ്ലക്കാർഡിൽ എഴുതാം. ഇനി 18th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കോസസ് ഓഫ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി, അതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ്? ഒന്നാമത് യുദ്ധങ്ങളാണ്. നാച്ചുറൽ ഹസാർഡ്സ്, അതായത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ചൂഷണങ്ങൾ. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയാം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ഇൻസഫിഷ്യൻസി ഇൻ ഫുഡ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസിൻ്റെ കുറവ്, അപര്യാപ്തത. ഡിഗ്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറവ് സംഭവിക്കുക. ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യുന്നില്ല, പണമൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 പേരും ഒരേ പണിയാണ് ചെയ്യുന്നത്, ഒരേ ജോലിയാണ്, ഒരേ വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ 2 പേർക്കും 2 രീതിയിലാണ് അവർ കൂലി നൽകുന്നത്. അങ്ങനെയൊക്കെയുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ സംഭവിക്കുന്ന ഇനിക്വാളിറ്റി, അസമത്വം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പട്ടിണിയിലും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനും ഒക്കെ കാരണങ്ങളായിട്ട്. നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ആദ്യം കൃഷി ചെയ്തിട്ടുള്ള വിളകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മിശ്ര ഭോജനം, അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാര്യം മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് തന്നെ നന്നായിട്ട് വായിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്